ഹലോ ഗൈസ്. സോ ഇന്ന് ഞാൻ കുറച്ച് റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്. ഇവിടെ റോഡ്സിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഒരുപാട്. സോ അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് ചിലർക്ക് ഇഷ്ടപ്പെടാം, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. ബട്ട് ജസ്റ്റ് ടു സേവ് എ ലൈഫ് ഓർ ജസ്റ്റ് ടു ബി സേഫ്. സോ നമ്മൾ വണ്ടി റോഡിൽ ഓടിക്കുമ്പോൾ നമ്മൾ റെസ്പോൺസിബിളാണ്. വി ആർ വെരി മച്ച് റെസ്പോൺസിബിൾ അബൌട്ട് യുനോ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്, നമ്മളാണ് ഡ്രൈവ് ചെയ്യുന്നത്. സോ നമ്മൾ കെയർഫുൾ ആയിരിക്കണം. നമ്മൾ എപ്പോഴും കോഷ്യസ് ആയിരിക്കണം, കെയർഫുൾ ആയിരിക്കണം, നമ്മൾ റെസ്പോൺസിബിളും ആയിരിക്കണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ. കാരണം ഒരാൾക്കൊരു ജീവൻ ആപത്ത് വരാനോ അല്ലെങ്കിൽ ഒരാൾക്കൊരു അപകടത്തിലോട്ട് തള്ളി വിടാനോ ശ്രമിക്കാതിരിക്കുക. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം. കാരണം നമ്മൾ ഇപ്പോൾ റോഡിൽ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ബിസിയാണ്. ഇപ്പോൾ നമ്മൾ സിറ്റിയിലോട്ട് പോവുകയാണെങ്കിൽ ഓൾവേസ് ബിസിയാണ്, ഫുള്ളി പാക്ഡാണ്. കാർസ്, ബസ്സസ്, ബൈക്സ്, ഓട്ടോറിക്ഷാസ്, എവറിത്തിങ് വിൽ ബി ദേ. സോ പിന്നെ നമ്മൾ പല പല കാര്യങ്ങൾക്കായിരിക്കും പോകുന്നത്. ചില ആൾക്കാർ ജോലിക്ക് പോകുന്നുണ്ടാവും, ചില ആൾക്കാർ എന്താ പറയുക ടൂറ് ആയിട്ട് പോകുന്നുണ്ടാവും, ചില ആൾക്കാർ ലെഷർ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തിയേറ്റേഴ്സിലോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ്സിലോ അല്ലെങ്കിൽ യൂട്ടൻസിൽസ് വാങ്ങിക്കാൻ വേണ്ടി വല്ല മോൾസിലോ ഒക്കെ പോകുന്ന ആൾക്കാരായിരിക്കും. സോ എവരിബഡി ഈസ് ഇൻ എ ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റ്, റൈറ്റ്? സോ ചിലർ ഹാപ്പിനെസ്സിലായിരിക്കും വണ്ടി ഓടിക്കുന്നത്, ചിലർ എന്താ പറയുക കുറച്ച് മൂടിയായിട്ടായിരിക്കും വണ്ടി ഓടിക്കുന്നത്, ചിലർ കുറച്ച് എന്താ പറയുക എക്സൈറ്റഡ് ആയിരിക്കും വണ്ടി ഓടിക്കുന്നത്. സോ അപ്പോൾ ഇത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മൈൻഡ് സെറ്റ്. നമ്മളെ മൈൻഡ് സെറ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോംപ്രമൈസ്. വി നീഡ് ടു കോംപ്രമൈസ് എ ലോട്ട് വെൻ യു ആർ ഡ്രൈവിങ് എ കാർ ഓർ ബൈക്ക് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. കാരണം നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാവരുടെയും സേഫായിട്ട് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ കോംപ്രമൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ ഞാൻ ഒരുപാട് ഇത് പറയാം. എനിക്ക് റോഡിലുണ്ടായ കുറച്ച് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. മെയിൻലി ടൂ വീലേഴ്സ് ആൾക്കാർ ഒരുപാട് എന്താ പറയുക ക്രാഷ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടുപേര് തമ്മിൽ ക്രാഷ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് മെയിൻലി ഒരു മെയിൻ റോഡിലോട്ട് കയറുമ്പോൾ ഒരു ടീ റോഡിലോട്ട് നമ്മൾ എത്തുകയാണ്. ടീ റോഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ റോഡ് എന്താ പറയുക പ്രയോറിറ്റി മറ്റവർക്കാണ്. നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ വണ്ടി നല്ല രീതിയിൽ ഓടിച്ച് മുന്നോട്ട് പോകാൻ. സോ അപ്പോൾ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യാത്ത സിറ്റുവേഷൻ വരുമ്പോൾ ഒബ്വിയസ്ലി ക്രാഷസ് ഉണ്ടാകും ഒരുപാട്. ഞാനത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ ക്രാഷ് ചെയ്തിട്ട് തമ്മിൽ അടി കൂടുന്ന പ്രശ്നം ഉണ്ടാക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് മെയിൻലി ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക ബൈക്സും സ്കൂട്ടീസൊക്കെ ഓടിക്കുന്ന ഗേൾസ് ആൻഡ് ബോയ്സിനെയാണ് ഞാൻ റിയലി കണ്ടിട്ടുള്ളത്. കാരണം ടീ റോഡിലോട്ട് കയറിയതിന് ശേഷം ചിലർ നോക്കും, ചിലർ നോക്കത്തില്ല, ചിലർ കൊണ്ടങ്ങ് ഇറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നോർമലായിട്ട് പ്രയോറിറ്റി ഉള്ള റോഡിൽ വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇവരെ കാണത്തില്ല. കാരണം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ ഒരാൾ കയറി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബ്രേക്ക് കിട്ടിയെന്ന് വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഒരുപാട് ക്രാഷ് ലൈൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഇൻ സിറ്റീസിലാണ് ഇത് ഒരുപാട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം. ഇപ്പോൾ അത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗേറ്റിൻ്റെ പുറത്ത് നിൽക്കുകയാണ്, ഗേറ്റിലോട്ട് ഇറങ്ങണം. അപ്പോൾ ടീ റോഡ് ആയിരിക്കത്തില്ല, ഒരു 2 വേ റോഡായിരിക്കും. അപ്പോൾ അതിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ പറയുക ചിലപ്പോൾ ഹോം ഗാർഡ്സ് കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക അവിടെ നിൽക്കുന്ന ട്രാഫിക് ഗാർഡ്സും എല്ലാവരും കാണും. സോ അവർ ചിലപ്പോൾ കൈ കാണിച്ച് നിർത്തി അവർ ഇതൊക്കെ ചെയ്യാം. അങ്ങനെ ചില ആൾക്കാർ കൈ കാണിച്ച് നിർത്തത് പോലും ഇല്ലാത്ത സിറ്റുവേഷൻസും ഉണ്ട്. പക്ഷേ ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഈ സിറ്റിയിലാണ് മെയിൻലി ഇഷ്യൂസ് വരുന്നത്. സോ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു കടയിൽ നിന്ന് പുറത്തിറങ്ങി വണ്ടിയായിട്ട് ഇറങ്ങി, ഇപ്പോൾ കാറാണെങ്കിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും. നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഒരു ഹ്യൂജ് സ്പേസ് വേണം നമുക്ക് പുറത്തോട്ട് വരാനും. സോ അപ്പോൾ അപ്പുറത്ത് വരുന്ന ആൾക്കാർ കോംപ്രമൈസ് ചെയ്യണം. ഇതൊരു 2 വേ റോഡാണെങ്കിൽ 2 പേരും കോംപ്രമൈസ് ചെയ്യണം. നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ ഈ 2 വേയിൽ വരുന്ന ആൾക്കാർ കോംപ്രമൈസ് ചെയ്യണം, നമ്മളെ പുറത്തോട്ട് ഇറങ്ങാൻ സമ്മതിക്കണം. ഇതങ്ങനെയല്ല. നമ്മൾ പുറത്തോട്ട് ഇറങ്ങി അത് പകുതി വെച്ചാൽ പോലും അവർ അതിൻ്റെ എന്താ പറയുക മുകളിലൂടെ കയറി പോകാൻ നോക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡിൽ കൂടെ കയറി പോകാൻ നോക്കിയത് നമ്മൾ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വേ തരുന്ന പോലുമില്ല. സോ ഇതാണ് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഞാൻ മുഖവരിക്ക് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ കോംപ്രമൈസ് ചെയ്യാറുണ്ട്. കാരണം ഞാൻ വണ്ടി കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഞാൻ റെസ്പോൺസിബിളാണ്. സോ ഐ എം ദ വൺ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ആക്സ് ആൻഡ് ഓൾ, റൈറ്റ്? എൻ്റെ ആക്ഷന് ഞാൻ തന്നെയാണ് റെസ്പോൺസിബിൾ. സോ നോബഡി ഈസ് ഗോണ ബി റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്, റൈറ്റ്? സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒരുപാട് എനിക്ക് നിലവിലോട്ട് വന്നിട്ടുണ്ട്. സോ പിന്നെ നമ്മൾ ഒരുപാട് ട്രാഫിക് ഇപ്പോൾ സിഗ്നലിലായാലും ഇപ്പോൾ റെഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിർത്താൻ ശ്രമിക്കുക. കാരണം റെഡ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്രീന് അടുത്ത ഇതിലോട്ട് പോകാൻ ഗ്രീൻ വരും. അടുത്ത സിഗ്നലിന് വേണ്ടി അടുത്ത സൈഡിലോട്ട് പോകാനുള്ള ആൾക്കാരുടെ ഗ്രീൻ വരും. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ ഓൺ ദാറ്റ്. പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. ബി വെരി റെസ്പോൺസിബിൾ
അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം പിന്നെ രണ്ടാമത്തെ തന്നെ കോംപ്രമൈസ് ചെയ്യണം. നമ്മൾ കോംപ്രമൈസ് ചെയ്തേ പറ്റും. പിന്നെ നമ്മൾ കോംപ്രമൈസ് ചെയ്യണം വണ്ടി ഓടിക്കുക. നമ്മൾ ഓക്കെ ഒരാൾ പോട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കൊണ്ടുവരണം. അതിപ്പോൾ നമുക്ക് ഒരുപാട് വലിയ വണ്ടി ഓടിക്കുന്ന, ഇപ്പോൾ ഹെവി വെഹിക്കിൾ ഓടിക്കുന്നതായാലും ഒരു ലൈറ്റ് വെഹിക്കിൾ ഓടിക്കുന്ന, കാർ ഓടിക്കുന്ന ആൾക്കാരായാലും അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുന്ന ആരായാലും നടന്നു പോകുന്ന ആൾക്കാരായാലും വെരി റെസ്പോൺസിബിൾ. ബിക്കോസ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നവരെ വരെ വണ്ടി കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ നൈറ്റ് ടൈമിലായാലും അല്ലാത്ത സമയത്തില്ല. സോ വി നീഡ് ടു ബി വെരി റെസ്പോൺസിബിൾ. നമ്മളെ ജീവൻ നമ്മുടെ കയ്യിലാണ്. അത് മാത്രമല്ല ബാക്കിയുള്ളവരുടെ ജീവനും നമ്മളെ കയ്യിലാണ്. കാരണം നമ്മൾ ആണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യബദ്ധം കൊണ്ട് ഒരാൾക്ക് പ്രശ്നം വരാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരുപാട് റോഡ് ആക്സിഡൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത് കുറച്ച് എന്താ പറയുക വലിയൊരു ടോപ്പിക്കാണ്. എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും വേണം, ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയാൻ വേണം. കാരണം ഞാനങ്ങനെ ഒരുപാട് ഇതായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ഞാനും പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരു 1, 2, 3, 4 തവണയൊന്നുമല്ല, ഒരുപാട് തവണ. എസ്പെഷ്യലി ഈ ബൈക്സാണ് ക്രാഷ് ചെയ്യുന്നത്, ഈച്ച് അതർ ക്രാഷ് ചെയ്യുന്നത്. ഒരു സ്മോൾ ക്രാഷസ് ആയിരിക്കും, ബട്ട് സ്മോൾ ക്രാഷസ് മേ ലീഡ്സ് ടു ബിഗർ വൺസ്, റൈറ്റ്? സോ ബിഗർ പ്രോബ്ലംസിലോട്ട് നമുക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. സോ ഓൾവേസ് നമ്മൾ പിന്നെ ഈ ബൈക്ക് ഓടിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഓവർ സ്പീഡിങ് ഓക്കെ ഇറ്റ്സ് ഫൈൻ. ഇഫ് യു ആർ സേഫ് ഐ തിങ്ക് യു ക്യാൻ ഓവർ സ്പീഡ്, ഇറ്റ്സ് ഫൈൻ. ബട്ട് ഞാൻ ഓവർ സ്പീഡിനെ പ്രൊമോട്ട് ചെയ്യുകയല്ല. നമ്മളിപ്പോൾ ഓവറായിട്ട് സ്പീഡിന് പോകുന്നത് പോകാനും പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ റോഡിൽ ആരും ഇല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ബട്ട് എന്നാലും ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ടല്ലോ, ആ സ്പീഡ് ലിമിറ്റിന് അപ്പുറം നമ്മൾ കയറി പോകരുത്. ഓവർ സ്പീഡും നല്ലതല്ല, അത് ഒരിക്കലും നല്ലതല്ല. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുമല്ല. പക്ഷേ നമുക്ക് സ്പീഡ് ലിമിറ്റ്സ് ഉണ്ടാവില്ല. ചില റോഡ്സിൽ 50 ഉണ്ടാവും, ചില റോഡ്സിൽ 80s ഉണ്ടാവും. സോ 80 റോഡിൽ നമ്മൾ സ്പീഡിൽ പോയേ പറ്റുള്ളൂ. കാരണം ബാക്കിൽ നിന്നും വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിരിക്കണം. അവിടെ കുറച്ച് എന്താ പറയുക, സ്ലോ റോഡിൽ കൂടെ പോകാനും പറ്റണം, ഫാസ്റ്റ് ലൈനിലൂടെ പോകാനും പറ്റണം. അങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് ഫാസ്റ്റ് ലൈനിൽ പോകാനുള്ള ഫാസ്റ്റ് ലൈനിൽ പോകാം. ബട്ട് വി വെരി റെസ്പോൺസിബിൾ. പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളെ ജീവൻ മാത്രമല്ല ബാക്കിയുള്ളൊരു ജീവന് നമ്മളെ കാരണം വേറൊരു ജീവന് പ്രശ്നം ഉണ്ടാവാനും പാടില്ല. പിന്നെ കോംപ്രമൈസിൻ്റെ കാര്യം ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വണ്ടി കൊണ്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് 2 വേ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നും വണ്ടി വരുന്നു, റൈറ്റ് സൈഡിൽ നിന്നും വണ്ടി വരുന്നത് 2 വേ ആണ്. സോ അപ്പോൾ പീപ്പിൾ ഷുഡ് ബി വെരി റെസ്പോൺസിബിൾ. നമ്മൾ ഒരാൾക്ക് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കണം. യു നീഡ് ടു ബി വെരി കോംപ്രമൈസീവ്. അത് കോംപ്രമൈസ് ചെയ്യാതെ നമുക്ക് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല, നമുക്ക് യാത്ര ചെയ്യാനും പറ്റത്തില്ല, അല്ലേ? പിന്നെ നമ്മൾ സ്റ്റക്കാവും. പിന്നെ നമ്മളും കൊണ്ട് പുറത്തോട്ട് ഇറങ്ങി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ പീപ്പിൾ എന്താ പറയുക, അവർ നമ്മളെ ഫ്രണ്ടിൽ കൂടെ കയറി പോകാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. സോ അപ്പോൾ കോംപ്രമൈസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ് വൈൽ വി ആർ ഡ്രൈവിങ്. സോ ഒരുപാട് മൈൻഡ് സെറ്റുള്ള ഡിഫറെൻറ്റ് മൈൻഡ് സെറ്റുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ അതറിയില്ല, ഒരു 10 പേര് എടുത്തു കഴിഞ്ഞാൽ 10 പേരും എന്താ പറയുക ഡിഫറെൻറ്റ് രീതിയിലാണ് ചിന്തിക്കുന്നത്. സോ അവരുടെ ആറ്റിറ്റ്യൂഡ് ആയാലും അവരുടെ ക്യാരക്ടർ ആയാലും അവരുടെ ഒരു അപ്രോച്ച് ആയാലും എവറിത്തിങ് ഈസ് ഡിഫറെൻറ്റ്. സോ വി നീഡ് ടു ബി വെരി കോഷ്യസ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഔട്ട്സൈഡ് ദ റോഡ്സ് ആൻഡ് ഓൾ. സോ അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമ്മളെപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും. പിന്നെ കോംപ്രമൈസിങ് എന്നാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. നമ്മൾ ജസ്റ്റ് ഒരു വണ്ടി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പോകാൻ പറ്റും, ഒരു വണ്ടി നിർത്തി കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു കാറിന് പോകാൻ പറ്റും, ഒരു ഹെവി ബസ്സിന് പോകാൻ പറ്റും. സോ ഹെവി ബസ് എന്ന് പറയുമ്പോൾ അത്രയും വലിയ ബസ്സാണ്. സോ അവരൊരു 75% ഓഫ് ദ റോഡ്സ് അവർ കവർ ചെയ്താണ് പോകുന്നത്. സോ അവർ കോഷ്യസ് ആണ് ഓൾവേസ്. ദേ ആർ വെരി ഗുഡ് അറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. സോ ബട്ട് നമ്മൾ അപ്പോൾ അവരിപ്പോൾ തെറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് അവർക്ക് എതിരെ സംസാരിക്കുക പറയുക എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഹെവി വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾവേസ് സേഫ്. ദ പീപ്പിൾ ഇൻസൈഡ് ദ ഹെവി വെഹിക്കിൾ ഈസ് ഓൾവേസ് സേഫ്. ദ ഡ്രൈവേഴ്സ് ആൻഡ് ഓൾ ദം ആർ വെരി സേഫ്, ലൈക്ക് ഐ മീൻ. ബട്ട് ഞാൻ പറയുന്നത് ബൈക്ക് ഓടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ബൈക്ക് നമ്മൾ ഇപ്പോൾ ഒരു ഹെവി വണ്ടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിലൂടെ പോകുമ്പോഴും ഓപ്പോസിറ്റ് ഹെവി വണ്ടി വരുന്നതിന് മുമ്പ് നമ്മൾ എന്താ പറയുക റേസ് ചെയ്ത് മുന്നോട്ട് കയറാൻ നോക്കും. സോ ഇറ്റ്സ് വെരി ഡേഞ്ചറസ്. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ കയ്യിലാണ്, അവരെല്ലാം സേഫാണ്. പക്ഷേ ഈ ബൈക്ക് ഓടിക്കുന്ന ആൾക്കൊരു ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു സേഫ്റ്റി നമ്മൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം. എന്നിട്ട് വേണം എല്ലാവരും ഡ്രൈവ് ചെയ്യാൻ. സോ ഇതെൻ്റെ അഭിപ്രായമാണ്. ദിസ് ഈസ് ഓൾ അബൌട്ട് മൈ എന്താ പറയുക ഒപ്പീനിയൻ. എൻ്റെ അഭിപ്രായമാണ്. ഞാനിത് ഒരുപാട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇത് കുറേ നാളെ ഞാൻ ഇങ്ങനെ സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു. സോ ഓരോ ടോപ്പിക്കിനെ കുറിച്ച് റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്. സോ അത് എന്താ പറയുക, ആൾക്കാർ അറിയണമല്ലോ. ഇപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ആൾക്കാരെ നമുക്ക് എന്താ പറയുക മേക്ക് ഷുവർ ചെയ്യാം. പീപ്പിൾ ആർ സേഫ്. നമ്മളെ കാരണം ഒരാൾക്കൊരു ആ ട്രബിളിലോട്ട് എത്തുന്നത് ഏറ്റവും വലിയ ബാഡ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ്. അത് നല്ലതും അല്ലത് ലൈഫിൽ. സോ വി നീഡ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും. നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. നമ്മൾ വണ്ടി എടുത്ത് പുറത്തിറങ്ങുമ്പോൾ, അതിപ്പോൾ 2 വീലർ ആയാലും ഹെവി ആയാലും ഏതായാലും. സോ പിന്നെ കോംപ്രമൈസും ചെയ്യണം. നമ്മളിപ്പോൾ ഒരാൾ പുറത്തോട്ട് ഇറങ്ങി പോകുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ഒരു മെയിൻ റോഡാകുമ്പോൾ 2 വേ ആണെങ്കിൽ നമ്മൾ അവർക്കൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ അവർ ഇറങ്ങുമ്പോൾ ഒരു കൈ കാണിക്കുമ്പോഴൊന്ന് സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ് ദം ആൾസോ യൂസ് ദ റോഡ്, റൈറ്റ്? സോ എല്ലാവർക്കും ഒരു ഫ്രീഡം ഓഫ് ലൈഫ് ഉണ്ട്. സോ അത് എല്ലാവർക്കും ഒരേ കണക്ക് തന്നെ എന്താ പറയുക അനുഭവിക്കണമെന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ട്. സോ എന്തിനാണ് ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നത്? സോ വി ആർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആൻഡ് സോ വി ഷുഡ് ബി വെരി റെസ്പോൺസിബിൾ
ടുവേർഡ്സ് ഈച്ച് അതർ, റൈറ്റ്? സോ നമ്മൾ കാരണം ഒരാൾ ട്രബിൾ ആവാന്നൊരു സിറ്റുവേഷൻ ആവാൻ പാടില്ല. സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ മെയിൻലി റോഡ്സിൽ നമ്മൾ കെയർഫുൾ ആവുക. സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് സോർട്ട് ചെയ്യാൻ പറ്റും. ഇത് എന്താ പറയുക, നമ്മളിപ്പോൾ ചെറിയ ചെറിയ അപകടങ്ങൾ നമുക്ക് എന്താ പറയുക ഉണ്ടാക്കാതിരിക്കാനും നമുക്ക് പറ്റും. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. സോ ഇതാണ് ഇന്നത്തെ ഇതിനെക്കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. സോ ഇത് വെരി റിലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. So do guys very careful when you drive. So drive responsibly. So compromise each other, okay? That is life. So we people are like brothers and sisters, and we need to live the same life which we each other are living, right? So നമ്മൾ അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ ചിന്തിക്കുക, അതിനെക്കുറിച്ച് വെച്ചിട്ട് മുന്നോട്ട് പോകുക. ആരെയും ട്രബിൾ ചെയ്യാൻ ശ്രമിക്കരുത്. ആരെയും നമ്മൾ ദോഷം പറയാനോ ആരെയും ചവിട്ടി താഴ്ത്താനോ അല്ലെങ്കിൽ ആരെയും നമ്മൾ കാരണം ഒരാളെ ട്രബിൾ ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു ദേഷ്യവും ഉണ്ടാക്കാനോ നമ്മൾ ശ്രമിക്കാതിരിക്കുക. സോ നമ്മളെ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് ആരും ട്രബിൾ ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ കാരണം ഒരാൾക്ക് എന്താ പറയുക, ഒരാൾക്ക് പ്രശ്നത്തിലോട്ട് ആഴ്ന്ന ഒരു ഇതിലോട്ട് നമ്മൾ പോകാൻ ശ്രമിക്കാതിരിക്കുക. സോ അത് മെയിൻലി റോഡിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. സോ ബി വെരി റെസ്പോൺസിബിൾ ഗൈസ്. ബൈ, ടേക്ക് കെയർ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ്. താങ്ക്സ് എ ലോട്ട്.